അമേരിക്ക പിടികൂടിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെത്തിച്ചു. ബ്ലൂക്കിനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ സെന്ററിലേക്ക് ഇരുവരെയും മാറ്റും. വെനസ്വേലയിൽ ഭരണമാറ്റം സാധ്യമാകുന്നതുവരെ ഭരണം ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ക്രിസ്റ്റീന ചെറിയാൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ക്രിസ്റ്റീന, രാജ്യങ്ങൾ തമ്മിൽ തർക്കം നേരത്തെ ഉണ്ടെങ്കിലും അസാധാരണമായ നടപടി എന്ന് വിലയിരുത്താവുന്ന തരത്തിൽ ഒരു രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെയുള്ള പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദിയാക്കുക, രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുക, പിന്നീട് ന്യൂയോർക്കിലെത്തിച്ച് വിചാരണ നേരിടണം എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക. ഇന്നലെ ട്രംപ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും അവിടെ ഭരണമാറ്റമുണ്ടാകുന്നതുവരെ വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുക്കും എന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തുക. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധങ്ങൾ ലോകത്തുടനീളം ഉയർന്നു വരുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ്? അമേരിക്കൻ നിലപാടിനെ എങ്ങനെ കാണണം ക്രിസ്റ്റീന? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഓഗസ്റ്റ് മുതലുള്ള കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ വെനസ്വേലയുടെ പല എണ്ണ ടാങ്കറുകളും എണ്ണക്കപ്പലുകളും അമേരിക്ക കരീബിയൻ കടലിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ എണ്ണ കപ്പലുകൾ പിടിച്ചെടുക്കും. മാത്രവുമല്ല, ക്രിസ്മസിന് തൊട്ട് മുമ്പ് വലിയ ഒരു വാർണിംഗ് അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റ് നൽകിയിരുന്നു. അതിങ്ങനെയായിരുന്നു: മര്യാദയ്ക്ക് അധികാര കസേര ഒഴിയുന്നതാണ് നല്ലത്. തീക്കളിക്ക് നിൽക്കുകയാണെങ്കിൽ അത് നിക്കോളാസ് മഡൂറോയുടെ അവസാനത്തെ കളിയായിരിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് തന്നെ അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണ്, അമേരിക്കയ്ക്ക് വേണ്ടുവോളം എണ്ണ കൊടുക്കാമെന്നീ വാഗ്ദാനങ്ങളൊക്കെ നിക്കോളാസ് മഡൂറോ നൽകിയിരുന്നു. പക്ഷേ ട്രംപിന്റെ ലക്ഷ്യം മറ്റു ചിലതാണ്. പൂർണ്ണമായും 1970-കൾക്ക് മുൻപിൽ അമേരിക്ക എങ്ങനെയാണോ വെനസ്വേലയുടെ എണ്ണ നിക്ഷേപം കൈകാര്യം ചെയ്തിരുന്നത്, അമേരിക്കൻ കമ്പനികൾ എങ്ങനെയാണോ വെനസ്വേലയുടെ മിലിറ്ററി ബേസുകൾ ഉപയോഗിച്ചിരുന്നത്, അതേ മാതൃകയിൽ അതേ മട്ടിൽ അമേരിക്കയ്ക്കുള്ള അധികാരം പുനഃസ്ഥാപിക്കണം എന്ന അതേ ലക്ഷ്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാര്യം, അമേരിക്കയിൽ നിന്ന് കട്ടതെല്ലാം തിരിച്ചു നൽകണമെന്നാണ് ട്രംപ് നൽകിയ മറ്റൊരു മുന്നറിയിപ്പ്. 1970-കൾ വരെ ഈ വെനസ്വേലയിലെ എണ്ണ കമ്പനികൾ കൈകാര്യം ചെയ്തിരുന്നത് അമേരിക്കയാണ്. എണ്ണ നിക്ഷേപത്തിൽ വലിയൊരു പങ്കും ഉപയോഗിച്ചിരുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭൂമിയും സ്വത്തും ഒക്കെ തിരിച്ചു നൽകണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ രണ്ട് മുന്നറിയിപ്പിലും നിക്കോളാസ് മഡൂറോ വീണില്ല. പക്ഷേ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇപ്പോൾ ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ ബ്രൂക്ലിനിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് അവരെ താമസിയാതെ മാറ്റും. വൈദ്യ പരിശോധനയ്ക്കായി അവരെ കൊണ്ടുപോകും. അതിനുശേഷം അമേരിക്കയിൽ അവർ വിചാരണ നേരിടണം. മാത്രവുമല്ല, ഇവിടെ ഒരു വെനസ്വേലയിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകുന്നതുവരെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ട്രംപ് കടക്കില്ല. അതേപോലെ തന്നെ അധികാര കൈമാറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെനസ്വേലയുടെ എണ്ണ നിക്ഷേപം പൂർണ്ണമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയുടെ ഒരു തന്ത്രമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UN-ൽ അടക്കം ഇതിൽ പരാതി നൽകാൻ പല രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട്. റഷ്യ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ തങ്ങളുടെ അറിവ് ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി കൂടുതൽ രാജ്യങ്ങളുടെ പ്രതികരണം ിയിരിക്കുന്നു. പക്ഷേ ആര് പ്രതികരിച്ചാലും ഡൊണാൾഡ് ട്രംപിന്റേതായ ചില രീതികളുണ്ട്. അദ്ദേഹത്തിന്റേതായ രീതികളിൽ അദ്ദേഹം മുന്നേറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഏത് രീതിയിലാണ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും അമേരിക്കയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്, ഏത് തരത്തിലുള്ള വിചാരണയാണ് അവർ നേരിടേണ്ടി വരിക, ഐക്യരാഷ്ട്ര സംഘടന ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തും, മറ്റു രാജ്യങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തോട് പ്രതികരിക്കുക, ഇതിന് ശേഷമുണ്ടാകാവുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, വിപണിയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് കണക്കാക്കുന്നവരുടെ സ്വർണത്തിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില കത്തിക്കയറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. പക്ഷേ വെനസ്വേല ഇന്ന് ലോകത്തെ എണ്ണ വിപണിയിൽ കാര്യമായ ഒരു പ്രഭാവം പുലർത്തുന്നില്ലെങ്കിൽ പോലും എണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട്, സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട്, സാമ്പത്തിക ലോകത്ത് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഓഹരി വിപണിയിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ കാര്യങ്ങൾ നടക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടി നോക്കി കാണേണ്ടിയിരിക്കുന്നു. റിജിത്ത്, ശരി. ക്രിസ്റ്റീന ചെറിയാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമേരിക്കൻ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്നലെ ട്രംപ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലുള്ള എല്ലാ പ്രതികരണങ്ങളും നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.